ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ നമ്മുടെ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ വീടിനൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പാലുകാച്ചിന് നമ്മൾ അധികം ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അടുത്തുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫംഗ്ഷന് എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ രാവിലെ ഒരു ഉച്ചയ്ക്കായിരുന്നു നമ്മുടെ പരിപാടി. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തേക്കണത്. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. നമ്മൾ ഗണപതിനെ മറ്റേ കാർഡ്ബോർഡിൽ വെട്ടിയെടുത്തിട്ട് അതിൽ പൂവൊക്കെ വെച്ച് തച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തലേന്ന് രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തതാണ് കേട്ടോ. അത് ശരിക്കും ഇത് കംപ്ലീറ്റ് വീഡിയോ ഇല്ല, കാരണം എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ തിരക്കായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ശരിക്കുള്ള വീഡിയോ എന്ന് പറഞ്ഞത് നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഗിഫ്റ്റ് ശരിക്കും ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് അങ്ങനെ അങ്ങനെ വീഡിയോ എടുത്തേക്കുന്ന കണ്ടിട്ടുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് കുറച്ച് പേര് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി പറഞ്ഞു നമുക്ക് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാമെന്ന് കേട്ടോ. അങ്ങനെ കേട്ടോ ഇത് പൊട്ടിക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ എൻ്റെ കംപ്ലീറ്റ് പ്ലാനും തെറ്റിച്ചു. കാരണം ഗിഫ്റ്റ് പൊട്ടിച്ചതൊന്നും ഞാൻ കണ്ടു, പക്ഷേ എന്താ അവിടെ നടന്നതെന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങനത്തെ ഒരു അൺബോക്സിങ് ആയിപ്പോയിരുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അൺബോക്സിംഗ് ആണത്രേ, ഗിഫ്റ്റ് അൺബോക്സിംഗ്. ഇതൊരു മാതിരി അലുകുലത്ത് അൺബോക്സിംഗ് ആയിപ്പോയി. സൂചി പോയാൽ ഇടാൻ പറ്റുമോ? സൂചി പോയല്ലേ അത് അതിന് പിന്നെ എല്ലാരും കിട്ടും. പിന്നെ കൂട്ടണില്ലേ വയ്യെങ്കിൽ കൂടെ മാറിക്ക്, ഞാനെടുക്കാം. ഇതിട്ടെടുക്കയില്ല, എന്നെ കൊണ്ട് ടെടിപ്പിക്കുകയില്ല. എന്താ ചെയ്യാ? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് മറ്റേ ഉർവശിയുടെ പെട്ടി പൊട്ടിക്കുന്ന ഒരിതില്ലേ, ആ ഒരു സീനാട്ടോ എനിക്കിത് കാണുമ്പോ ഓർമ്മ തന്നെ. അതുപോലെയായിരുന്നു നമ്മളെല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു അലമ്പ് കൂട്ടങ്ങളൊക്കെ കൂടെ കൂടുമ്പോ ഒന്നും കൂടി അലമ്പായിക്കോളും. അടിപൊളിയാണ്. ഒരു നല്ല അൺബോക്സിംഗ് ആണ്. കണ്ടോട്ടാ, അതൊന്ന് പ്രത്യേകിച്ചത്തേക്ക് നിന്റെ വകയാണോ? അടിപൊളി. അതിന്റെ അതെന്താ ഒരെണ്ണോടെ ഉണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ്. അതോട് കുറഞ്ഞല്ലോ അത് മുട്ട ഒഴുങ്ങണത്, പക്ഷെ പോയില്ല. താരന്തെല്ലാം വെച്ചിട്ട് പിഴുങ്ങൂലേ? വെള്ളം ഒഴിക്കുന്നതിലേ എനിക്കറിയാൻ പൊട്ടിക്കില്ല പൊട്ടിക്കില്ല പൊട്ടിക്കില്ല. അതിന് തന്നെയാണ് രണ്ടൊന്നുമില്ല, രണ്ടൊന്നുമില്ല. വെള്ളം ഒഴിക്കാൻ വെള്ളമുണ്ടാ? വെള്ളം ഒഴിക്കണ്ടെന്ന് തോന്നി. ഇതിലേ ഇതില്ല മൊത്തം അൺബോക്സിങ് ഞാൻ അവിടെ ഇരുന്നൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച ഇതിപ്പോ ഒരു ചന്തയായി. ഇതൊരു വെറൈറ്റി അൺബോക്സിംഗ് ആയിപ്പോയി. എനിക്ക് ലാസ്റ്റ് ചീനിച്ചിട്ട് വന്നാ ഞാൻ വാങ്ങണോന്ന് വിചാരിച്ചാ മതി. ഇതാരുടെയാ? ഇല്ലെന്നാ പേരുകളൊന്നുമില്ല. ശ്രീനാഥ്. ആ ശ്രീനാഥ ഇവിടെ. ആ കൃഷ്ണനെ കിട്ടി. എന്റെ കൂടെ ജോലിയാണ് തിരിച്ചു കൊണ്ടെത്തുന്നത്. കൃഷ്ണന് ശ്രീരാമേട്ടനോ? ആ നീല കവറിലായിരുന്നു ചേച്ചി കൃഷ്ണന്റെ. നീലകൃഷ്ണൻ ചേച്ചിന്ന്. എന്നാ അത് ചേച്ചിനെ കൂടെ ഇവളത് കോഴിയോടെ വിളിക്കുക. ഇത് മനസ്സിലായി എല്ലാരും അറിഞ്ഞു തന്നിരിക്കുക. നാത്തു അത് തുറന്നു കാത്ത്
Ayna. So. ഇത് എത്ര വട്ടം നിങ്ങൾ കാണിച്ചു അമ്മ ഇവിടെ ഞാൻ അയക്കുന്നില്ല അതുകൊണ്ടാണ് അവള് കാണിച്ച് ഇവൻ കാണിച്ച് ചേച്ചി കാണിച്ചു ഞാൻ എന്നിട്ട് അവിടെ വലിയ ഉമ്മയ്യ ഇതെങ്ങനെ എല്ലാവരും ആവേശം എനിക്കെല്ലാം അമ്മായി നോക്കിയ തൂത്ത് വരിക നോക്കണ്ടേ ഈ കൃഷ്ണൻ എൻ്റെ കൂടെ ജോലി നേച്ചല്ലോ ആ കൃഷ്ണൻ എന്താ ഞാൻ ചേട്ടാ ഈ കൃഷ്ണനായിരിക്കും ചേട്ടാ ഇതോ അത് ആ കൃഷ്ണനാണോ അവർ തന്നെ അതേ തന്നെ കാണിച്ചേ ആ അതേതാ ഗോൾഡാണോ ആ ഇത് കൊള്ളാം കൃഷ്ണൻ കൊള്ളാടി ഇതാരാച്ചി കരുതിയോ ഇതിൽ പാത്തരേ ആ ഇത് എന്റെ കൂടെ ജോലിയാണേ കാണിച്ചേ ഒന്ന് ചിത്തുവിന്റെ കൂട്ടന്നല്ലേ അല്ല ഏട്ടാ അമ്പാടിക്ക് ആവേശം മതി ആയിരത്താറ് പ്രശ്നവും മാറും അതെന്റെ അതോടെ വെച്ചു ചേച്ചി അതിന് അപ്പുറത്തൊന്നും ഇരിക്കുന്നുണ്ട് ആ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് അത് പ്ലാസ്റ്റിക് ആണോ അതെങ്ങനത്തെ അടപ്പുള്ളതാണോ ഇതെങ്ങനത്തെ പ്ലാസ്റ്റിക് ആണോ അമ്മ ഇത് പ്ലാസ്റ്റിക് ആണോ ചേട്ടാ ബെന്നിയും വേണോന്ന് ചേട്ടപ്പുട്ടോ ആ ചേട്ടപ്പുട്ട് വേണമെന്നുണ്ടോ നമ്മുടെ ഈ ചെറിയൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടു തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അതേപോലെ തന്നെ എൻ്റെ ഗിഫ്റ്റ് പൊട്ടിച്ച് അൺബോക്സിംഗ് ഒക്കെ ഇത്ര മനോഹരമാക്കാൻ സഹായിച്ച എല്ലാവർക്കും അതിലേറെ നന്ദിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ സി യു എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു